അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇൻഡസ് വാലിൻ്റെ ഒരു കാസ്റ്റ് അയൺ കടായിയാണ്. എല്ലാവർക്കും അറിയണമായിരിക്കും. ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ ഇന്ത്യത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് കാസ്റ്റ് അയൺ ഇതാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇത് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ്. ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കാസ്റ്റ് അയൺ പാത്രങ്ങൾ അല്ലെങ്കിൽ അയൺ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. നോൺ ടോക്സിൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുക തന്നെ ചെയ്യുക. ഒരിക്കലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൈമാറി പോകാൻ പറ്റുന്നത്. ഇതിന് ഒരിക്കലും ഒരു ഡാമേജ് വരെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള ഒരു പാത്രമാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ബ്ലഡിലൊക്കെ ഹീമോഗ്ലോബിൻ കുറവുള്ളവരും അയണിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച ഒരു പാത്രം എന്ന് പറയുന്നത് ഈ ഒരു അയൺ പാത്രങ്ങളാണ്. ഇതിലാണ് കുക്ക് ചെയ്യണത് ഏറ്റവും ഹെൽത്തിയാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഈ ഒരു അയൺ പാത്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇന്നിപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ഞാനിന്ന് കുക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് മയക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഇത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പ്രീ സീസൺഡ് ആണ്, ഓൾറെഡി സീസൺ ചെയ്ത് വരുന്നതാണ്. അപ്പം നമുക്ക് അതിൽ ഒരുപാട് അയൺ പാത്രങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യണ പോലെ ഒരുപാട് എന്താ പറയുക അതിൻ്റെ കറ പോക്കാനൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളാണ് ഇത് മയക്കിയെടുക്കാനും വാങ്ങിയ അന്ന് തന്നെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാൽ അത് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. ഈ പാത്രം ഒന്ന് അൺബോക്സിങ് ചെയ്യണേ. ഇതാ മാഷാല്ലാ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല കനമുണ്ട്. 3.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ല, നമ്മൾ സാധാരണ അയൺ പാത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഒരു കറുപ്പ് അടയാളം ഉണ്ടാവും. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5-6 ദിവസം തന്നെങ്കിലും മെനക്കെട്ടിട്ടാണ് നമ്മളിത് മയക്കിയെടുക്കുക. അപ്പോൾ ഇതിനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഓൾറെഡി പ്രീ സീസൺ ചെയ്ത് വരുന്നതാണ്. എന്നാലും നമുക്കിത് ഉണ്ടാക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് സീസണിങ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇത് ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഒരു പാത്രത്തിലാണ് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതാ നല്ല ഈസി ആയിട്ട് എങ്ങനെയാണ് അയൺ പാത്രങ്ങൾ സീസൺ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ പൊടിയുപ്പ് ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിക്കേണ്ട, കല്ലുപ്പ് തന്നെ വേണം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മയക്കിയെടുക്കുന്ന ടിപ്പാണ്. പിന്നെ വേണ്ടത് ജിഞ്ചിലി ഓയിൽ, സീസെയിം ഓയിൽ എന്നൊക്കെ പറയുന്ന സെയിം സാധനം തന്നെയാണ്. എള്ളെണ്ണ, നല്ലെണ്ണ എന്നൊക്കെ പറയും, ആ സെയിം ഓയിലാണിത് കേട്ടോ. അതൊരു 3-4 സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഉപ്പിൻ്റെ മേലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നിങ്ങൾ പാത്രം തേച്ചെടുക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് കേട്ടോ, ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ച് കൊടുക്കുക. പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊടുക്കുക. അങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ചുരക്കണം കേട്ടോ. ഈ ഒരു ഉപ്പ് വെച്ചിട്ട് തന്നെ തേച്ചുരച്ച് കൊടുക്കണം, കല്ലുപ്പ് വെച്ചിട്ട്. എന്നാലാണ് നല്ല മയങ്ങി വരിക കേട്ടോ. അതിനുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റ് അയൺ ആണ്. ഇനിയിപ്പോൾ സാധാ അയൺ പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. ഞാൻ എന്തിനും ഈ ഒരു രീതിയിലാണ് ഞാൻ മയക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ആ പാത്രം തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേ സെയിം നമ്മൾ കല്ലുപ്പും അതേപോലെ തന്നെ എണ്ണയും ആ ഡിഷ് വാഷും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗവും നന്നായിട്ടൊന്ന് തേച്ചരച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും. ഹാൻഡിൽ മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഹാൻഡിലിൻ്റെ മേലെ ഇതേപോലെ തന്നെ ഉപ്പിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ചരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കറയുള്ള പാത്രങ്ങളാണെങ്കിൽ കൂടി ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഇതിൻ്റെ ആ ഒരു കറുപ്പ് കളറിലുള്ള കറ നന്നായിട്ട് എന്താ പറയുക പോയി കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ കാസ്റ്റ് അയൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കൂടിയേ തീരുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകുമ്പോൾ ഇനിയിപ്പോൾ വേറെ സോപ്പൊന്നും ഇല്ലടണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ കഴുകി എടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, കഴുകിയപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ മേലെ നല്ലൊരു ഷൈനിങ് വന്നത്. നല്ല ഒരു ഷൈനിങ്ങോടുകൂടി നന്നായിട്ട് ഒരു പോളിഷ് പോലായി. ഇതിപ്പോൾ കണ്ടില്ലേ. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടാവുക എന്ന് പറഞ്ഞാൽ വെറും ചൂടല്ല, ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുക വരുന്ന രീതിയിൽ നന്നായിട്ട് പുകച്ചെടുക്കുക. നമ്മൾ പറയില്ല നന്നായിട്ട് ചൂടായി കിടക്കുന്ന കല്ലാണെന്ന് പറയില്ല, അതുപോലെ നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ഇതേ സെയിം ഓയിൽ, ആ ഒരു ജിഞ്ചിലി ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ എണ്ണ എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ. ബ്രഷ് എണ്ണ വേണമെന്നില്ല, എന്തെങ്കിലും തുണി ആയാലും മതി, എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാ ഭാഗത്തും ആവണം, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ഹാൻഡിലിൻ്റെ മേലെയും ഇതിൻ്റെ സൈഡിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെക്കുകയും വേണം കേട്ടോ. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് എക്സസൈസ്
ആയിട്ടുള്ള ഓയിലുണ്ട്, അത് നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ നമ്മൾ ഉപയോഗത്തിന് ശേഷം നമ്മൾ അയൺ പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകി കൊണ്ടുവന്നതിന് ശേഷം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എക്സസ് ഉള്ള ഓയിൽ നന്നായിട്ട് തുടച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് സൂക്ഷിക്കാൻ പറ്റുക കേട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം എടുത്ത് വെക്കുക. ഇതിലിപ്പോൾ എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതൊരു ചൂടാകുന്നതിനനുസരിച്ച് ഇതൊരു പശ പോലെ മെഴുകു പോലെ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചൂടായി കഴിഞ്ഞാൽ ഇതിലുള്ള എക്സ്ട്രാ ഉള്ള എണ്ണ മൊത്തത്തിൽ തുടച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു പശ പോലെ ഒട്ടുന്ന ഒരു ടൈപ്പിലാവുക ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, ഈ പാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം ഈ സെയിം പ്രൊസീജിയർ തന്നെ ഇതിൻ്റെ പുറത്തും ചെയ്ത് കൊടുക്കുക. അത് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള പാത്രമാണ്, അതിൻ്റെ മേലേക്കാണ് ഇപ്പോൾ എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗവും ഹാൻഡിലും ഒക്കെ നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഇതിന്മേൽ തേച്ച് കൊടുക്കുക. ഇപ്പോൾ അതെല്ലായിടത്തും തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെയിം തന്നെ നമ്മൾ ആ തുണി വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കണം കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം മാറ്റി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കത്തിച്ച് കൊടുക്കുക. തീ കത്തിച്ചിട്ട് മാറ്റി നമ്മൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് മാറ്റി പിന്നെ ഇത് പുകയുന്ന രീതിയിലേക്ക് വരും. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് പുക വന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 3-4 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് പിന്നെ ഇത് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നത് കാണും നിങ്ങൾ. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ സെയിം ആ തുണി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. എക്സ്ട്രാ ഉള്ളത് കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ സീസൺ ചെയ്യാത്ത കാസ്റ്റ് അയൺ പാത്രങ്ങളാണെങ്കിൽ നിങ്ങളൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് ഓൾറെഡി പ്രീ സീസൺഡ് ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ 2-3 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ ഉള്ളിയാണിത്, സവാള എന്ന് പറയുന്നത് വെല്ലുള്ളി. ആ വെല്ലുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ കരിയുന്ന രീതിയിൽ, കരിയിച്ചെടുക്കുക എന്ന് പറയില്ല, അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ അത് കരിയുന്ന വരെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ആ ഒരു ഉള്ളി ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് പാത്രം നന്നായിട്ട് മയങ്ങി വരിക. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് കരിഞ്ഞിട്ടോ. ഈ ഒരു ബ്ലാക്ക് കളറിൽ ആവണ വരെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അത് ഫ്രൈ ആകുന്ന സമയം വരെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഉള്ളി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ഇത് ചൂടാറാൻ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഈ ഉള്ളി നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ചട്ടി നമുക്ക് ഇനി കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ സോപ്പ് ഇടരുത്. ഇനി വേണ്ടിയതെന്ന് പറഞ്ഞാൽ കടലപ്പൊടിയാണ് കേട്ടോ. ബേസൻ ഫ്ലോറാണ്. കടലപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഓരോ പ്രാവശ്യം നിങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്തെടുത്താൽ അയൺ പാത്രങ്ങൾക്ക് നല്ല ലോങ് ലൈഫായിട്ട് നിൽക്കും കേട്ടോ. അല്ലെങ്കിലും നിൽക്കും. നമ്മൾ എന്താ പറയുക, നല്ല റെസ്റ്റ് ഒന്നും പിടിക്കാണ്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തുരുമ്പൊന്നും പിടിക്കാണ്ട് ഒരുപാട് കാലം ലോങ് ലൈഫാണ് ഈ ഒരു അയൺ പാത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ് വാലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ. ഇന്ത്യത്തെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, പക്ഷെ അതൊന്നും ചിലതൊന്നും നമുക്ക് വാങ്ങാനുള്ള പൈസ ആയിരിക്കില്ല, നല്ല പൈസ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൊണ്ട് ഏറ്റവും നല്ല ഇതാണ്, നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കടലപ്പൊടി വെച്ചിട്ട് തന്നെ ബാക്കും ഉള്ളിലും പുറത്തും എല്ലാം ഞാൻ തേച്ച് കഴുകിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നല്ല ക്ലീനായി. ഇനി ഇതിലൊന്നുമില്ല. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയിട്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒന്നും കൂടെ എണ്ണ പുരട്ടിയിട്ടാണ് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ആയി എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എങ്ങനെയാണോ ബുൾസൈ ഉണ്ടാക്കുക അതുപോലെ ഇതിലുണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എല്ലായിടത്തും വെക്കും, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഒരു അര ടീസ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കാണാൻ വേണ്ടി പറ്റും, നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ പൊരിക്കുന്ന പോലെ തന്നെ ഇതിൽ പൊരിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാണ്, സാധാരണ നോൺ സ്റ്റിക്കിൽ വരെ ചില ഇതിൽ നമ്മൾ ഒരുപാട് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റി പിടിക്കുമല്ലോ മുട്ട പുൾസയാക്കുന്ന സമയത്ത്. അതുപോലും നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതുപോലെ കണ്ടോ, നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് തന്നെ നമ്മളെ മുട്ട വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി നല്ല ഈ ഒരു നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് ഈ ഒരു പാത്രം ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനിതാ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ പ്രാവശ്യം ആവശ്യം കഴിഞ്ഞാൽ എണ്ണ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഓയിൽ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചെടുത്തതിൻ്റെ ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ അയൺ പാത്രങ്ങൾ സൂക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത് കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കഴുകിയിട്ട് ഓയിലൊന്നും പുരട്ടി ഇങ്ങനെ ചൂടാക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റസ്റ്റ് പിടിക്കും, തുരുമ്പ് വരും. തുരുമ്പ് പിടിച്ചാലും സാരല്ലേ, നന്നാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. മട്ടൻ കടായിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. പാകിസ്ഥാനി കടായിയാണ്. 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തത്, 1/100. അപ്പോൾ പാന് ചൂടാക്കിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മട്ടൻ ക്യൂബ്സ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം.
ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇളകി വരും കേട്ടോ. അത് ഫ്രൈ ആയി കഴിഞ്ഞാലേ ഇളകി വരുള്ളൂ. എന്നിട്ട് ഇതാ മെല്ലെ ഓരോ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ടൈം എടുക്കും ഈ ഒരു മട്ടൺ ഒന്ന് കുക്കാവുമല്ല, ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ബ്രൗൺ ആയിട്ട് വരാൻ കേട്ടോ. അങ്ങനെ എല്ലാ പീസും ഇതേപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരുകയാണ് കേട്ടോ. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇതിപ്പോൾ പകുതിയെ മട്ടൺ എടുത്തിട്ടുള്ളൂ, ബാക്കി പകുതിയും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെ സെയിം ഓയിലിൽ ഞാനിപ്പോൾ 2 വലിയ സൈസുള്ള ഉള്ളി അരിഞ്ഞു വെച്ചതാണ്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വാട്ടാന്ന് പറഞ്ഞാൽ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞാൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ടാവും കേട്ടോ. അയൺ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. അതും ഇതിൻ്റെ കൂടെ നടുവിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാവണം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണക്കം മൊത്തത്തിലൊന്ന് മാറി വരണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 2 തക്കാളി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സൈസുള്ള തക്കാളിയാണ് എടുത്തത് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. ഈ ഒരു ഉള്ളിയിൽ ഇതൊന്ന് മാഷായിട്ട് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് തന്നെ ഉള്ളി നന്നായിട്ട് ഉടഞ്ഞു വരും. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകത്തിലാകണ വരെ. ഇനിയിപ്പോൾ പൊടികളാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ പെരുജീരകത്തിൻ്റെ പൊടിയാണ്, അതും ഒരു ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് ചെറിയ ജീരകം ക്യുമിനാണ്, 1/2 ടേബിൾ സ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികൾ വേണ്ടിയുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും താഴെ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കേട്ടോ. അപ്പോൾ ആ ഒരു പൊടികളൊരു പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു സ്മെല്ല് വരും. നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മട്ടനാണ് കേട്ടോ. ആ മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഈ മട്ടൻ മുഴുവനായിട്ട് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലേക്കൊന്നും മാറ്റുന്നില്ല, ഇതിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ വരും ഈ ഒരു അയൺ കടായിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ആ ഉപ്പും ഈ മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു മട്ടൻ്റെ പീസിൻ്റെ മേലെ മൊത്തത്തിലൊന്ന് പൊതിയുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മട്ടനൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അതാ വെള്ളം ഒഴിക്കുന്നത് 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ തീയാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് 45 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണിത് വേവിച്ചെടുക്കേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഞാനിത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണേ. ഇനിയിപ്പോൾ 3/4 മണിക്കൂർ കഴിയട്ടെ. ഇപ്പോൾ അത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തിന് കേട്ടോ. നമ്മളെ മട്ടനൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ്. നന്നായിട്ട് വെന്ത് നല്ല പട്ടുപോലെ വെന്ത് വരണം. എല്ലിൻ്റെ മേലെ നിന്നൊക്കെ ഈ ഒരു മട്ടൻ്റെ ഇറച്ചി ഇങ്ങോട്ട് വിട്ട് വരണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം വറ്റിയതിന് ശേഷം 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ ഒരുപാട് കാണിക്കാൻ നിന്നിട്ടില്ല, ഇതന്നെ ഒരു ലെങ്തി ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് പുളി കുറവുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പുളിയുള്ള തൈരാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിപ്പോൾ 5 ടേബിൾ സ്പൂൺ ഒഴിച്ചത് പുളി കുറവായതുകൊണ്ടാണ്. ആദ്യം 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കി, അത് പോരാൻ തോന്നിയപ്പോഴാണ് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ആ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് വേണം, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും ഇവിടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണതാണ് ഇഞ്ചി അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് നല്ലൊരു മണമാണ് കേട്ടോ. ഈ സമയത്ത് നല്ല അടിപൊളി പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കടായിയാണ് കേട്ടോ. കടായി എന്ന് പറയുന്നത് കറാഹി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. പഞ്ചാബി ലാംഗ്വേജിൽ പറയുന്നതാണ് കറാഹി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എണ്ണ കുറവാണ്, മേലെ എണ്ണ തെളിഞ്ഞ് വരാത്തത് എണ്ണ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്, ഒരു 3-4 മിനിറ്റും കൂടെ ഇതൊന്ന് ചെറിയ തീയിൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് അപ്പോഴാണ് മേലെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, മേലെ
ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന പാകം എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. മാഷാ അല്ലാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് തിന്നിട്ട് നമുക്ക് തേഞ്ഞില്ല കേട്ടോ, വടിച്ച് നക്കിയെന്ന് പറഞ്ഞ പോലെ അത്രയും ഇതിൽ നമ്മൾ തിന്നു പോയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അത് തിന്നപ്പോഴാണ് വിചാരിച്ചത് ഒരു കിലോ പോരെ 2 കിലോ വാങ്ങായിരുന്നു എന്നുള്ള. അത്രയും സൂപ്പറാണ്. അത് മാത്രമല്ല ഈ ഒരു അയൺ പാത്രത്തിൽ ഉണ്ടാക്കുന്ന എന്ത് സാധനത്തിനും എന്താ പറയുക അടാറ് ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഒരു നാടൻ രുചി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു ടിപ്പും കൂടി ഉണ്ട്. ഒരു ചെറുനാരങ്ങൻ്റെ ഒരു കാൽഭാഗം മതി കേട്ടോ. ഒരു അരമുറിയൊന്നും വേണ്ട, ഒരു കാൽഭാഗം ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ മതി. ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കടായി എങ്ങനെയാണ് സെർവ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് നമ്മൾ വിളമ്പുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ചും കൂടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു അയൺ പാത്രങ്ങൾ നിങ്ങൾക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് സ്ക്രീനിൽ കൂപ്പൺ കോഡ് കാണിക്കുന്നുണ്ട്. ലിയാൻസ് 12 എന്നിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്താ പറയുക ഏറ്റവും അടിപൊളിയായിട്ടുള്ള പാത്രങ്ങളാണ് ഒരിടത്തുള്ളത്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങളും ഉണ്ട്. ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ മതി. നല്ല ലോങ് ലൈഫാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇതുകൊണ്ട് പറയാണ് കേട്ടോ. നല്ല അടിപൊളി പാത്രങ്ങളാണ്. അപ്പോൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.